ബുള്ളറ്റ് ഡയറീസ്. റൈറ്റർ ഡയറക്ടർ സന്തോഷ് മാണ്ടൂർ. സിനിമയുടെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ബുള്ളറ്റ് പ്രേമിയായിട്ടുള്ള രാജു. ഇത് ഗാന്ധിഗ്രാമല്ല, കൊത്തയാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. രാജു പറയുമ്പം തിരികടെ കൊത്ത രാജു അല്ല, ഇത് വേറൊരു പാവപ്പെട്ട രാജു, മെക്കാനിക്കാണ്. തനിക്കിത് വേണം. ആ ഒരു കഥാപാത്രമാണ് ധ്യാൻ ചെയ്തിരിക്കുന്നത്. ധ്യാൻ ഉടനീളം ബിഗിനിങ് ടു ദ എൻഡ് ആ ക്യാരക്ടർ പിടിച്ച് അങ്ങനെയൊക്കെ വഴിയില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. കോമാളിത്തരം കാണിക്കാത്ത, വെറുതെ അനാവശ്യ തമാശ പറയാത്ത, സമാധാനായി. ജീവിതത്തെ കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന, എന്നാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരായ നാട്ടുമ്പുറത്തുകാരൻ രാജു. എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ. നടക്ക്. ആ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഉടനീളം ആ മീറ്റർ പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ. ഇതിൽ ഒന്നും ഗിമ്മിക്സ് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല. നല്ല പടാ. തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്ന പെർഫോമൻസസ്, ധ്യാൻ ഉൾപ്പെടെ എല്ലാവരും. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് മിമിക്രിക്കാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. മിമിക്രിക്കാർ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ കയ്യിൽ നിന്ന് ഇടും, അനാവശ്യമായിട്ട് ഡബ്ബിംഗ് സമയത്ത് വരെ കൗണ്ടർ ഇടും. അങ്ങനെ ഒരു സീന് മൊത്തം വെറുപ്പിക്കുന്നതിൽ മിമിക്രിക്കാരുടെ പങ്ക് ചില്ലറയല്ല. പിന്നെ നായിക പ്രയാഗ മാർട്ടിൻ, ലാസ്റ്റ് കണ്ട ഒരു സിനിമയുണ്ട് ഡാൻസ് പാർട്ടി. അതിൽ പ്രയാഗ മാർട്ടിന്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായി പോയി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയുള്ള കഥാപാത്രമല്ല. പ്രയാഗ മാർട്ടിൻ വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എങ്കിൽ ഞങ്ങൾ പോകാതെ ആർക്ക് വിട്ടോ? ബാക്കി കാര്യം നമുക്ക് നാളെ ഡിസ്കസ്. ഓക്കെ.